ഈ കോർഫക്കാൻ ഏരിയയിൽ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒരുപാട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ദുബായിൽ നിന്ന് ഭയങ്കര എക്സ്പെൻസ് കുറവാണെന്നുള്ളതും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഈ സ്കൂബ ഡൈവിങ് പലർക്കും ഒരു ഡ്രീം ആയിട്ടുള്ള സാധനം. അപ്പം ഈ സ്കൂബ ഡൈവിങ് ഞാൻ ഒരുപാട് കാലമായിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സാധനം. അപ്പോൾ ഞാനിവിടെ ദുബായിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും 300 അല്ലെങ്കിൽ 300+ ഒക്കെയാണ്. 500 അപ് ടു ഒരു 600 കണ്ടോളി. അതുപോലെയൊക്കെ എന്തായാലും പോകും. ഒരു ബേസിക് ട്രൈ എക്സ്പീരിയൻസിനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഒരു ഓഫർ കിട്ടി 325 ദിർഹംസ്. അപ്പോൾ തവക്കലാക്കിയിട്ട് എടുത്ത് അങ്ങനെ എടുത്ത് ഹൈലി എക്സൈറ്റഡ് ആണ്. അപ്പം കൂടെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ അർഷക്ക് അവനെ കൂട്ടി, പിന്നെ വേറൊരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. രണ്ടാളെയും കൂട്ടി അയാൾ പോകാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് അവിടെ ചെന്ന് ഇവരെ ക്ലാസ് എടുക്കുന്ന കാണുമ്പോൾ ഇവർ ഓരോന്ന് പറയുമ്പോഴും ആങ്സൈറ്റി കൂടുകയും. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചില സയൻസ് ഉണ്ട്. ഇഫ് യു ആർ ഓക്കെ തംസപ്പ് അല്ല, ഇതാണ് കാണിക്കേണ്ടത്. അങ്ങനെയുള്ള ഓരോ സയൻസ് എല്ലാം കാണിച്ചു തന്നു. ഇതൊക്കെ കാണിക്കും. ഓക്കെ അല്ല ഇത് ഓക്കെ, ഇത് ഓക്കെ, ഇത് ഗോ അപ്പ്, ഇത് ഗോ അപ്പ്, ഇത് ഗോ ഡൗൺ, ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഒരു പടച്ചോനെ സംസാരിക്കാൻ പോലും കയ്യിലാണെങ്കിൽ എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റി ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ ഇവർ നേരെ നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ആദ്യം ഒന്ന് എയിം ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ എയിം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഒരു വെള്ളത്തിലൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എനിക്ക് അങ്ങോട്ടും ഇതായില്ല. 300 ദിർഹംസിന് ഇതാണോ സംഭവം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, ഇതാണ് ആക്ച്വൽ സ്കൂബ ഡൈവിങ്. ഞാൻ കാരണം പല വീഡിയോസും കണ്ടിട്ടുണ്ട്, വളരെ ക്ലിയർ വാട്ടേഴ്സിൽ ഫിഷുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് കോർഫക്കാനുള്ളൊരു ടീമായിട്ട് ഈ ഒരു കോൺടാക്ട് കിട്ടുന്നത്. ഞാൻ അവരോട് ഞാൻ മെയിൻ റീസൺ പറഞ്ഞു, കാരണം ഇങ്ങനെ ഒന്ന് പോയിട്ടുണ്ട്, ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയിലിയർ. അപ്പോൾ എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടണം, ഗ്യാരണ്ടി തരാൻ കഴിയുമെങ്കിൽ ഞാനിവിടെ ദുബായിലാണുള്ളത്, ഞാൻ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വരണം, ഗ്യാരണ്ടി തരാൻ പറ്റുമെന്ന് വെച്ചു. 100% നിങ്ങൾ വന്നോളൂ, ഇല്ലെങ്കിൽ ഞാൻ ക്യാഷ് ബാക്ക് തരാമെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. ഒരു ഞായറാഴ്ച ഒറ്റക്ക് ഞാൻ കോർഫക്കാനിലേക്ക് പോയി. കാരണം മറ്റേ രണ്ടാൾക്കും വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ ആ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള സാധനം ഇങ്ങനെ ആയിപ്പോയാൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചെന്ന് അവിടെ എത്തി ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് തന്നെ അതിലൊരു ഗ്രീൻ ഫ്ലാഗ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ബീച്ചിലേക്കല്ല, ഇവർ ബോട്ട് കയറ്റി ഓൾമോസ്റ്റ് 2-2.25 കിലോമീറ്റർ ഇവർ കടലിൻ്റെ അകത്തേക്ക് പോയി ഇവർ ഒരു ഷാക്ക് ഐലൻഡിൻ്റെ അടുത്തേക്കായിട്ട് ഡിബ്ബ റോക്ക് എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് അല്ല, ഒരു പ്രൊട്ടക്റ്റഡ് സൈറ്റാണ് അത്. അവിടേക്കാണ് കൊണ്ടുവന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയ പാടെ തന്നെ അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ വാട്ടർ, യു വിൽ സാറ്റിസ്ഫൈ എന്നാണ് പറഞ്ഞ പോലെ തന്നെ. വെള്ളത്തിലേക്ക് നോക്കിയതും ക്രിസ്റ്റൽ ടോക്കോയ്സ് വാട്ടർ കണ്ടപ്പോൾ തന്നെ ഞാൻ പകുതി പൈസ കാണാൻ മുതലേക്ക്. പിന്നെ ഡൈവിങ്ങിനാണ് ഉള്ളത്. അപ്പോൾ ഡൈവിങ്ങിൻ്റെ കൂടെ ഒരു 4 അംഗ അറബിക് ഫാമിലിയും പിന്നെ 2 മലയാളി കപ്പിളും പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൈ ഇങ്ങനെ അടച്ചുകൊണ്ട് പറഞ്ഞ് ഫസ്റ്റ് വിക്ടിം എന്ന് വെച്ച്. ഓബ്വിയസ്ലി ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇന്നെ തിരഞ്ഞെടുത്ത്. അപ്പോൾ ഇവർ ഫുള്ള് സ്കൂബ കിറ്റൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ തപ്പുക. പറഞ്ഞ് നോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ബോട്ടിൻ്റെ സൈഡിൽ കയറി കുതിരിയാൻ പറഞ്ഞു. ഫ്ലിപ്പ് ചെയ്യലാണ് പറഞ്ഞപ്പോൾ എൻ്റെ കൈമെന്നങ്ങ് പോയി, കാരണം എക്സ്പീരിയൻസ് ചെയ്യാത്തതാണല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു തന്നത് എങ്ങനെയാണ് പിടിക്കേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. റെഡി അല്ലേ എന്ന് വെച്ചു. റെഡിയാണ്. അയാൾ 3 വരെ കൗണ്ട് ചെയ്യും, അന്നേരം ഈ ഫ്ലിപ്പ് ചെയ്താൽ മതിയാണ്. 1, 2, 3 എത്തിയപ്പോൾ എനിക്കൊരു ഇറങ്ങാൻ തുടങ്ങി. ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റത്താവ വെള്ളത്തിലേക്ക് ഫസ്റ്റ് അങ്ങോട്ട് വീണപ്പോൾ. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ട്, നമ്മളിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ പോവാണല്ലോ. ഇതങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ ഒരു പാനിക് മോഡും. അപ്പോൾ അത് നമ്മൾ കംഫർട്ടബിൾ അല്ലാന്ന് ഇവന്തോ സംസാരിക്കാൻ കഴിയെങ്കിലും നമ്മൾ കൈകൊണ്ട് മുമ്പരോട് കംഫർട്ടബിൾ അല്ല ഒന്നും പ്രശ്നമല്ല, യു ആർ ഓക്കെ എന്നും പറഞ്ഞ് ആളിനോട് എന്താ പറഞ്ഞു പാനിക് ആവുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് താഴത്തേക്ക് നോക്കുക. എന്തായാലും താന്ന് പോവുക, താഴത്തേക്ക് നോക്കുക. അപ്പോൾ താഴത്തേക്ക് നോക്കി ഞാൻ ഒന്ന് കംഫർട്ടബിൾ ആയിരുന്നപ്പം പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പോക്കിൽ എനിക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 2-3 സെക്കൻഡ് ഞാൻ കണ്ണടച്ച് എന്നിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഒന്നിൽ വായിച്ചിട്ടുണ്ട്, വാട്ടർ ഇസ് എ ഡയമെൻഷൻ വെർ യു ക്യാൻ ഫ്ലൈ ബട്ട് കാൺ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സാധനം ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് കിട്ടി.
കാരണം നമ്മള് ശരിക്കും പറക്കാണ്, വാസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറിലാണ് ഒരു തരത്തിൽ ഇങ്ങനെ പറക്കാണ്. പല മീനുകളും കൗതുകത്തോടെ വന്ന് നോക്കുന്നുണ്ട്. സീ ഏർച്ചിൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈവൻ ദോ നമ്മൾ കാണുമ്പോഴൊക്കെ അത് ഏറ്റവും ഡെഡ് ആണ്, പക്ഷെ ഇത് അലൈവ് ആയിട്ടുള്ള ഇത് നമ്മളെ എക്സൈറ്റ്മെന്റ് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഐദർ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ പേടി എന്തോ ആണ്. ഇത് ഇന്റിമിഡേഷൻ കാണിക്കും. എങ്ങനെ ഇതിന്റെ സ്പൈക്സ് എന്താക്കും പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട്, അപ്പൊ അതിങ്ങനെ ഇടക്കിടക്ക് പുറത്തേക്ക് തള്ളി ഇതാക്കി ഇതിങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ അടുത്തുള്ള ഫിഷുകൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ആയിട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് എന്നുള്ള കോലത്തിലേക്ക് അതൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കണ്ടിങ്ങനെ ഇരിക്കാൻ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ സീ കോറൽസും ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് വേറെ ഒരു ലോകം, നമ്മൾ കാണാത്ത വേറൊരു ലോകം അല്ലേ. കടലിൽ നിന്നുള്ളതിന്റെ പെർസ്പെക്റ്റീവ് മാറും. ഒരു തവണ നമ്മൾ ഡൈവ് ചെയ്ത് നമ്മൾ വന്നാല് നമ്മള് സാധാരണ കടല് കാണുമ്പോ വലിയ കടല് ക്യൂബിക് ആ ഒരു ഇതാ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, എന്തൊക്കെ നമ്മൾ കാണാത്തതുണ്ട്, ഇങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് പോകും. അങ്ങനെ അതൊരു പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് തന്നെ ഒരു സാധനത്തിന് തൊടാൻ പറ്റില്ല. അപ്പം സീ കോറൽസ് ഉണ്ട്, അതേപോലെ പല ടൈപ്പ് ഫിഷസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു സീ കോറൽ സ്ട്രക്ചർ, അതും മറ്റേ അനിമനി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഈ ഫിഷുകളൊക്കെ എന്താ പറയുക റിസൈഡ് ചെയ്യുന്ന ഐ തിങ്ക് ഫൈൻഡിങ് നിമോ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ അതിലെ ക്യാരക്ടർ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ അതുപോലൊരു ഏരിയ ഉണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് അപ്പൊ ഞാൻ കൈ കൊണ്ടപ്പോൾ മുപ്പതിന്റെ കൈ തട്ടിയിട്ട് പറഞ്ഞ് അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പരിപാടികളുണ്ട്, അതിലേക്കുള്ള ആ ഒരു ഡിനോട്ടേഷൻ. അങ്ങനെ ഞാൻ എന്താക്കി അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ലാർജസ്റ്റ് പഫർ ഫിഷ്. പഫർ ഫിഷിനെ അറിയാലോ? അത് നല്ല സൈസുള്ള സാധനം. പറഞ്ഞാൽ ഹൈലി പോയ്സണസ് ആണ്, ഇന്റിമിഡേറ്റ് ചെയ്യേണ്ട. അതിങ്ങനെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്ത് ഹാഫ് ആൻ അവർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മുപ്പര് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഞാൻ 2 സെക്കൻഡിന് അതൊന്ന് മുട്ടുകുത്തി ഒന്ന് വെള്ളത്തിൽ ഒന്നും നിൽക്കട്ടെ ആ ഗ്രൗണ്ടിൽ അങ്ങനെ നിന്ന് എൻ്റെ കൺട്രോൾ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് റിയലൈസേഷൻ എന്നുള്ള ഇത് പോയാൽ ഞാൻ പ്ലാൻ ചെയ്ത് മുട്ടുകുത്തി ഞാൻ ഇങ്ങനെ മോളോടേക്ക് അങ്ങ് നോക്കി. മോളോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു വേവ് ഇങ്ങനെ കാണുന്നുണ്ട്, അതേമാതിരി തന്നെ സൂര്യ വെളിച്ചടിക്കുന്നുണ്ട്. ഞാൻ എത്ര ഡീപ്പിലാണ് അന്നേരമാണ് നമുക്ക് അതിൻ്റെ റിയലൈസേഷൻ വന്നത്. അതുകൊണ്ട് ബോട്ടിന്റെ ഷാഡോ കാണാനല്ലേ. ഞാൻ കുറച്ചും കൂടെ മാറിയാണ് ബോട്ടിൽ അങ്ങോട്ടേക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആൾ ചോദിച്ചു കംഫർട്ടബിൾ ആണോ കുറച്ചുകൂടി ഡീപ്പ് പോകാൻ. കംഫർട്ടബിൾ, കോൺഫിഡൻ്റ് അല്ല, ഒരു തരത്തിൽ ഓവർ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും ആരോ മേത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും 2 സൈഡിൽ നിന്ന്. അതേമാതിരി പ്രഷർ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. വല്ലാണ്ട് പ്രഷർ ഫീൽ ചെയ്ത് എനിക്ക് ചെവി അതിങ്ങനെ ബ്ലോ ചെയ്യാൻ പറയും. അപ്പം വല്ലാണ്ട് പ്രഷർ കൂടിയപ്പോൾ എന്താ പറയുക എനിക്ക് മൗത്തിലൂടെ ബ്രീത്ത് ചെയ്യുന്നത് പോരാന്ന് തോന്നുന്ന ആ ഒരു ഇതിലേക്കാകുമ്പോൾ ഞാൻ പറഞ്ഞു കംഫർട്ടബിൾ പോകാം, ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവിടുന്ന് ഒന്നും കൂടി 2 റൗണ്ട് അടിച്ച് ഞാൻ എന്നിട്ട് നോക്കുകയാണ് ഇനി എത്ര അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ പല ഡോക്യുമെന്ററിയിലും വായിച്ചിട്ടുണ്ട് മാൻകൈൻഡ് 5% സീ വാട്ടർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു മൈന്യൂട്ട് പോർഷനെ ഞാൻ ആ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ചിന്ത കണ്ടല്ലോ. ഒക്കെ കഴിഞ്ഞ് ബോട്ടിൽ കയറി കുത്തിട്ട് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിക്കുന്ന അതാണ് ഹൗ വാസ്റ്റ്, എത്ര വലുതാണെന്നുള്ളതുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ മാൽദീവ്സ് പോയപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ സ്കൂബ ഡൈവ് ചെയ്തിട്ടുണ്ട്. അന്ന് ഏറ്റവും രസമുള്ളൊരു സാധനമായിരുന്നു, നമ്മൾ മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരും. അതിൽ തന്നെ ചെറിയ മീനുകളുണ്ട്. ഈ കൂട്ടമായിട്ട് വരുന്നതിന് നമ്മളെ എൻ്റെ ഇൻസ്ട്രക്ടറാണ് എനിക്ക് കാണിച്ചു തന്നെ. നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഒന്നിച്ചൊരൊറ്റ പോക്കാം. അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്. നമ്മളിങ്ങനെ ആക്കുന്നു, ഒന്നിച്ചത് പോകുന്നു, ഒന്നിച്ച് തന്നെ തിരിച്ച് പിന്നെയും കൂട്ടായിട്ട് അങ്ങനെ വരുന്നു. അങ്ങനത്തെ വലിയ ഒരു വേറൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഡൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബോട്ടിൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു റിയലൈസേഷനും നമ്മൾ എത്ര ചെറുതാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്ലോറിങ്ങിലൂടെ നമുക്ക് കിട്ടും. അതന്നെ ഒരു വലിയ കാര്യമാണ്. അത് ഈ ഫിലിം ഉണ്ട് ജിന്ദഗി നാമിലേക്ക് ദോബാര, അതില് ഋതിക് റോഷൻ മറ്റേ ഡൈവ് ചെയ്ത് വന്നിട്ട് ഒന്ന് കരയുന്നൊരു അത് കാണാൻ വിചാരിക്കായിരുന്നു എന്ത് ജസ്റ്റ് ഒരു ഡൈവ് ഇതിന് എന്തിനാന്നുള്ള. പക്ഷെ അതൊക്കെ അങ്ങോട്ട് മനസ്സിലായില്ലേ, അങ്ങോട്ട് കുറിക്കും. കാരണം അപ്പൊ സ്കൈ പോലെയല്ല, ആകാശം പോലെയല്ല. ആകാശം നമുക്ക് അങ്ങോട്ട് കാണാം എന്താണ് അവിടെ നടക്കുന്നത്. ഇതങ്ങനല്ല, ആ ലെയർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഇല്ലാലോ. പിന്നെ ഈ പറഞ്ഞ കാര്യം ആലോചിക്കാൻ നിന്നാ പിന്നെ ഭയങ്കര രസമായിരിക്കും. ആ മീനുകളൊക്കെ എന്താ ആക്കിയിരിക്കും.
മീനുകൾ ഭയങ്കര രസമാണ്. ഇപ്പൊ അവരൊരു വീട് ഉണ്ടാക്കുകയും പിന്നെ പ്രത്യേകിച്ച് ഈ ഫൈൻഡിങ് നീമോ എന്ന് പറഞ്ഞ പടം ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിൽ കണ്ടിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നത് അതിനൊരു സ്റ്റോറി ഉണ്ടാകുമല്ലോ എല്ലാ മീനും എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ അത് വേറൊരു രസമാണ്. നമ്മൾ തീരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു എക്കോസിസ്റ്റം ആണ് അതെ. പിന്നെ പറഞ്ഞാല് എന്താ പറയാ, ഞാൻ ഇത് ഷെയർ ചെയ്ത പലരും എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാല് എന്ത് ധൈര്യത്തിലാ ചാടിയത്, കാരണം നീന്താൻ എനിക്ക് അറിയില്ല. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ചെയ്യൂല. നീന്താൻ അറിയാത്തത് നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഇതിൽ പറഞ്ഞല്ലോ ഒരുപാട് പേടികളുണ്ട്, അങ്ങനത്തെ ഒരുപാട് പേടികൾ. നീന്താൻ അറിയില്ല, പിന്നെ ഒരു സ്പേസ് ഇടുങ്ങിയ സ്പേസിൽ വന്ന പേടിയുണ്ട്. അതിനൊക്കെ വിൻ ചെയ്തിട്ട് ആ ഫീൽ എന്തായാലും ഭയങ്കരമായിരിക്കും. അതിന്റെ രസം എന്താന്ന് വെച്ചാല് ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഇത് കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാവും, ഇനി ഇതെങ്ങനെ റിട്ടേൺ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആവും. ഈ ക്ലസ്ട്രോബിയുള്ള ഒരാള് ഇപ്പം എന്താ പറയുക അങ്ങനെ ഒരു ഇടുങ്ങിയ സ്പേസ് കൂടെ പോയി ലൊക്കേഷനിലെത്തി, അതിന്റെ വോ ഫാക്ടർ ചെയ്ത് എല്ലാ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് റിട്ടേൺ മടച്ചോനെ വീണ്ടും ഇങ്ങനെ തന്നെ ഞാൻ പോകുന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വളരെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു കോമഡിക് എലിമെന്റ് ആയിട്ട് അങ്ങോട്ട് മാറും ആ സാധനം. പിന്നെ ഇവിടെ തന്നെയാണ് ഈ ജെറ്റ്സ്കി, പിന്നെ ബനാന ബോട്ട്, പാരാഗ്ലൈഡിങ്, ഇതൊക്കെ വേറെ വേറെ ഓപ്ഷൻസ് ആണ്. ഒരു ബേസിക് ജെറ്റ്സ്കി നിങ്ങൾക്ക് ഇവിടെ ദുബായ് ചെയ്യുന്നതിന്റെ പകുതി ചെലവ് ഇങ്ങനെ അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വളരെ കോപ്പറേറ്റീവ് ആണ് ആള്. ഇപ്പം ഞങ്ങൾ തന്നെ പോയപ്പോൾ എന്താ പറയാ ഒരു ഹാഫ് ആൻ അവർ ജെറ്റ്സ്കി റൈഡ് ഞങ്ങൾ 4 പേര് ഷെയർ ചെയ്യണം. പിന്നെ ബനാന ബോട്ടൊക്കെ ആസ് യൂഷ്വൽ, പക്ഷെ വളരെ എക്സ്പെൻസീവ് കുറവാണ്, എക്സ്പെൻസീവ് അല്ല. അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ബെസ്റ്റ് ചൂസ്. കാരണം ഞാൻ ഇതൊക്കെ അറിയുന്നത് ഇങ്ങനെ എന്താ പറയുക മെനക്കെട്ട് തരുന്ന ഒരാളോട് ചോദിച്ചിട്ട് എനിക്കിപ്പോൾ അറിയാൻ പറ്റിയിട്ടില്ല, അത് സജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വെരി ഗുഡ്. അതേപോലെ ഇവിടെയുള്ള ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് മിൽക്കി വേ. ദ എംപ്റ്റി ക്വാർട്ടർ എന്ന പേര്. എല്ലാ സൈഡും ഡാർക്ക്നെസ്സും കംപ്ലീറ്റ്ലി ബ്ലാക്കും. അങ്ങനെ ഒരു ഫീലാണ്, കാരണം എല്ലാ സൈഡും ഡാർക്ക്നെസ്സും കംപ്ലീറ്റ്ലി ബ്ലാക്കും. ഈ ലൈറ്റ്സ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത് മാത്രമേ ഇതിൽ കാണൂ. സോ ഇതിൽ UAE തന്നെ വേറെ രസകരമായിട്ടുള്ള സ്ഥലമുണ്ട്, കോർഫക്കാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരി, ഈ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ഷാർജ എമിറേറ്റ്.